ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നലെ വണക്കമാസം കാലം കൊണ്ട് ശുശ്രൂഷയൊക്കെ നടത്തിയോ? ഞങ്ങളുടെ സംവിധാന പ്രത്യേക പ്രാർത്ഥനകളും പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാംഗ്ലൂർ ഇംഗ്ലീഷ് കൺവെൻഷൻ വട്ടാഴ്ച വളരെ മനോഹരമായിരുന്നു. അച്ഛൻ സെൻറ്ററിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആൽമാര് ധ്യാനത്തിൽ ഏകദേശം 650ഓളം പേര് ധ്യാനിക്കുന്നുണ്ട്. പാലക്കാട് രൂപതയിൽ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനം പ്രത്യേകമായിട്ട് നടത്തപ്പെടുന്നുണ്ട്. ഏകദേശം 10,000ഓളം ആൾക്കാർ ധ്യാനിക്കുന്നുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേതൃത്വത്തിനും നമ്മളെ തന്നെ സമർപ്പിക്കണം എന്നൊരു വചനഭാഗത്തിൻ്റെ വെളിപ്പെടുത്തൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ ഞാൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ വചനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ തരത്തിലാണ് പറഞ്ഞത്. ഇത് പുതിയമത്തിൽ അതിൻ്റെ ഒരു കണക്ഷൻ നൽകുന്ന വചനമാണ്. അതായത് കോരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ആദ്യമേ തന്നെ തങ്ങളെ തന്നെ കർത്താവിനും ദൈവഹിതാനുസരണം ഞങ്ങൾക്കും സമർപ്പിച്ചു. എന്നാൽ ഞാൻ മക്കദോനിയിലെ സഭയെക്കുറിച്ച് പറയുകയാണ്. പൗലോസ് വളരെ പോസിറ്റീവ് പറയുകയാണ്. അവർ ആദ്യം ചെയ്ത കാര്യം കർത്താവിന് തന്നെ തങ്ങളെ തന്നെ സമർപ്പിച്ചു. പിന്നെ പറയുകയാണ് ദൈവഹിതപ്രകാരം അവരെ ഞങ്ങൾക്കും സമർപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ എന്ന നിലയിൽ ഞാൻ സമർപ്പിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ സമർപ്പിക്കുന്ന കർത്താവിനാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, മറ്റൊരു അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ദൈവഹിതാനുസരണം എൻ്റെ രൂപതയിലെ പിതാവായ മനത്തോടത്തെ പിതാവിനും ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന അതേ അർത്ഥത്തിൻ്റെ സെൻസിലല്ല ഇവിടെ എടുക്കേണ്ടത്. പക്ഷേ കാരണം അവർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അധികാരികളാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം. എങ്കിലേ അവർ പറയുന്ന ഇപ്പം ഞാൻ ദൈവത്തിന് സമർപ്പിച്ചാലല്ലേ ദൈവം പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റുള്ളൂ, അല്ലേ? അങ്ങനെ ഞാൻ അധികാരികൾക്ക് സമർപ്പിക്കുമ്പോഴാണ് അധികാരികൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പ്രവർത്തിക്കാനും സാധിക്കണം. അപ്പോൾ കുട്ടികൾ എന്താണ്? മാതാപിതാക്കന്മാർക്ക് സമർപ്പിക്കണം. ഹല്ലേലൂയ. ഇടവക വികാരി അച്ഛൻ അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയാണോ നമ്മുടെ നേതൃത്വം? കോൺവെൻ്റ് ആണെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് ആ ഒരു കൃപയുടെ വചനത്തിൻ്റെ കൃപയുടെ അഭിഷേകം നമ്മൾ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ ഓരോരുത്തരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങൾക്ക് മുകളിലുള്ള അധികാരികൾ ആര് തന്നെയായാലും കർത്താവെ അവർക്കും കൂടെ സമർപ്പിക്കാനുള്ള ആ ദൈവഹിതം പൂർത്തിയാക്കുന്ന ഒരു കൃപ ഞങ്ങൾ ജ്വലിക്കട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ഓരോരുത്തരെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.